ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് സോയ ചങ്ക്സ് വെച്ചൊരു പിടി മസാലയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. സോയ ചങ്ക്സിൽ ഞാനിപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം. പിടി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് ഉപ്പ്, 1 സ്പൂൺ എള്ള്, ജീരകം, ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. മാവെല്ലാം ഞാനിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ചെറിയ ബോൾസുകളാക്കി എടുക്കണം. മാവെല്ലാം ഞാനിപ്പോൾ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ബോൾസ് എല്ലാം നമ്മളിപ്പോൾ ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കൂടെ 1 സ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവാള വാടി വരുമ്പോൾ നമുക്ക് തക്കാളി, ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഒരു ചെറിയ അളവിന് ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ കുതിരാൻ വെച്ചിരുന്ന സോയ ചങ്ക്സ് പിഴിഞ്ഞെടുത്തത് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി സോയ ചങ്ക്സൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് എല്ലാം വെന്ത് വെള്ളമൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വേവിച്ച ബോൾസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു 3 സ്പൂൺ തേങ്ങ ചിരവിയതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ സോയ ചങ്ക്സ് വെച്ചുള്ള പിടി മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.